ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ പ്രിയ ആകെ പേടിച്ചിട്ട് മേഘയുടെ കാറിൽ കയറി ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഋഷി വന്നിട്ട് കാറിൻ്റെ ഡോറ് തുറന്നിട്ട് ഇരിക്കുന്നുണ്ട്. അതുകൂടെ കണ്ടപ്പോൾ പ്രിയക്ക് വല്ലാത്ത പേടിയാവുകയാണ്. അവളുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രിയ കുറച്ച് നീങ്ങിയിരിക്കുന്ന സമയത്ത് ഋഷി അവളുടെ കൂടെ പിന്നിൽ തന്നെ കയറിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഋഷി ചോദിക്കുന്നുണ്ട്, എന്താ പ്രിയ, നിനക്കവിടെ ഇരിക്കാൻ ഇഷ്ടമല്ലേ? എനിക്കവിടെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. പ്രിയ ദേഷ്യത്തോടെയുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. നിന്നെ ഈ ഡ്രസ്സിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഋഷി ഒരു വൃത്തിയായിട്ട സംസാര രീതിയിലാണ് സംസാരിക്കുന്നത് ആ കുഞ്ഞിനോട്. അതിനുശേഷം ഒരു ഡയറി മിൽക്ക് എടുത്തിട്ട് പറയുന്നുണ്ട്, നിനക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നേ നോക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോഴും പ്രിയ പറയുന്നുണ്ട്, എനിക്കിതൊന്നും വേണ്ട. അപ്പോൾ ഋഷി തന്നെ അതിൻ്റെ കവർ പൊട്ടിച്ചിട്ട് പ്രിയക്ക് കൊടുക്കുകയാണ്. പ്രിയ പേടിയോടെയാണ് ഋഷിയെ നോക്കുന്നത്. ഇതൊന്നും അറിയാതെ ആടിത്തിമിർക്കുന്ന തിരക്കിലാണ് മേഘ ഉള്ളത്. സ്വബോധം പോലും അവൾക്ക് ഉണ്ടായിരുന്നില്ല. മനീഷാണെങ്കിൽ കാറിൽ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഫുൾ ട്രാഫിക് ബ്ലോക്കും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളായത് കാരണം മനീഷിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അവൻ മുന്നിലുള്ള ഡ്രൈവർമാരെയൊക്കെ ചീത്ത വിളിച്ചുകൊണ്ടൊക്കെയാണ് വരുന്നത്. ഋഷിയാണെങ്കിൽ മദ്യപിച്ചത് കൊണ്ട് തന്നെ പ്രിയയോട് വളരെയധികം മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. മാത്രമല്ല കുറച്ചൊരു ഷൗട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ആ ഡയറി മിൽക്ക് വാങ്ങിക്കാനൊക്കെ ആവശ്യപ്പെടുകയാണ്. പ്രിയ പേടിച്ചിട്ട് അത് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഋഷി പറയുന്നുണ്ട്, ഓ ഗുഡ് ഗേൾ. എന്നിട്ട് ഋഷി ചുറ്റിലും നോക്കുകയാണ്, ആരെങ്കിലും തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ മേഘ ഉൾപ്പെടെ എല്ലാവരും പാട്ടിലും ഡാൻസിലും ഒക്കെ ആടി തിമിർക്കുകയാണ്. ആരും തന്നെ അങ്ങോട്ടേക്ക് നോക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല. പ്രിയക്കാണെങ്കിൽ പേടിയാവുന്നുണ്ടായിരുന്നു. ആ കുട്ടി ചോക്ലേറ്റ് ഒന്നും കഴിക്കാതെ തന്നെ പേടിച്ച് വിറച്ച് ഇങ്ങനെ കണ്ണൊക്കെ നിറച്ചുകൊണ്ടിരിക്കുകയാണ്. മനീഷാണെങ്കിൽ അപ്പോഴും അവിടെ എത്തിയിട്ടുമില്ല. ആ സമയത്ത് ഋഷി പ്രിയയുടെ കവിളിലൊക്കെ തൊടാൻ ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ പ്രിയക്ക് വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ടാക്കുകയാണ്. മാത്രമല്ല അവളുടെ കൈകളെടുത്ത് പിടിച്ചിട്ട് കയ്യിൽ വെച്ചുകൊണ്ട് നെയിൽ പോളിഷൊക്കെ ഇട്ട് നോക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ആഹാ കൊള്ളാലോ, നെയിൽ പോളിഷൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, നിന്റെ കൈകൾ കാണാൻ എന്ത് ഭംഗിയാ, ഇതാരെ ഇങ്ങനെയൊക്കെ നെയിൽ പോളിഷൊക്കെ ഇട്ട് തന്നത്? ഋഷി ചോദിക്കുകയാണ്. അപ്പോൾ കുഞ്ഞു മനസ്സിൽ കളവില്ലല്ലോ, അതുകൊണ്ട് തന്നെ പ്രിയ പറയുന്നുണ്ട്, എനിക്കെൻ്റെ അമ്മ ഇട്ട് തന്നതാ. ഋഷി പ്രിയയുടെ കൈകൾ പിടിച്ചെടുത്തുനിന്ന് മെല്ലെ കവിളിലേക്കാക്കി. അപ്പോൾ അതൊക്കെ പ്രിയക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഋഷി പറയാണ്, മോളെന്തിനാ പേടിക്കുന്നത്? പേടിക്കൊന്നും വേണ്ട, ചോക്ലേറ്റ് കഴിക്ക്. തൻ്റെ ദേഹത്ത് തൊടുന്നത് തന്നെ മോശമായ അർത്ഥത്തിലാണെന്ന് മനസ്സിലായതുകൊണ്ട് പ്രിയ പറയുന്നുണ്ട്, ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ഋഷി ഒരു പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് പറയാണ്, എന്താ പ്രിയ, എന്തിനാ മോൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. അപ്പോൾ പ്രിയ ഋഷിയോട് പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ തൊടരുത്, എനിക്കിതൊന്നും ഇഷ്ടമല്ല, ഞാൻ എൻ്റെ അമ്മയോട് ഇതൊക്കെ പറയും. അപ്പോൾ ഋഷി ചിരിച്ചുകൊണ്ട് പറയാണ്, ഞാനതിന് മോളെ ഒന്നും ചെയ്യുന്നില്ല, മോൾ പേടിക്കേണ്ടതില്ല. ഇല്ല, എന്നെ വിട്, എനിക്കെൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം. പ്രിയ കരഞ്ഞുകൊണ്ട് വാശി പിടിക്കുകയാണ്. പക്ഷേ ആ കുഞ്ഞിന് ഡോറ് തുറക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഋഷി അത് ലോക്കാക്കി വെച്ചിട്ടായിരുന്നുണ്ടായിരുന്നത്. അപ്പോൾ പ്രിയ പേടിച്ചുകൊണ്ട് ആ ഡോറ് തുറക്കാൻ ശ്രമിക്കുകയാണ്. ഋഷിയാണെങ്കിൽ അവളുടെ മറ്റേ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഏയ് പോവല്ലേ പ്രിയ, ഞാൻ നിന്നൊന്നും ചെയ്യില്ല. പ്രിയ കരഞ്ഞുകൊണ്ട് ഋഷിയെ നോക്കുകയാണ് പേടിച്ചിട്ട്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, എവിടെയാണ് പോകുന്നത്? എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം, എൻ്റെ കയ്യിൽ നിന്ന് വിട്. അമ്മയുടെ അടുത്തൊന്നും പോവണ്ട, നീ ഇവിടെ തന്നെ ഇരിക്കേ. ഋഷി കുറച്ച് ദേഷ്യത്തോടാണ് പിന്നീട് സംസാരിക്കുന്നത്. അപ്പോൾ കരഞ്ഞുകൊണ്ട് പ്രിയം പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോകണം, എന്നെ വിട്. ഋഷി വീണ്ടും വീണ്ടും പ്രിയയുടെ അടുത്ത് മോശമായിട്ടാണ് പെരുമാറിക്കൊണ്ടേയിരിക്കുന്നത്. കവിളിലൊക്കെ പിടിക്കാനും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയാണെങ്കിൽ പേടിച്ച് വിറച്ച് കരയാണ്. അപ്പോഴേക്കും മനീഷ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും അറിയാതെ ഋഷി പ്രിയയോട് പറയുന്നുണ്ട്, പേടിക്കൊന്നും വേണ്ട, ഞാൻ പറയുന്ന പോലെയൊക്കെ മോള് ചെയ്യോ? അപ്പം തന്നെ പ്രിയ പറയുന്നുണ്ട്, ഞാനൊന്നും ചെയ്യില്ല, എന്നെ വിട്. മനീഷ് അവിടെ വന്നിട്ട് ചുറ്റിലും നോക്കുകയാണ്. അപ്പോൾ അവിടെ വലിയൊരു പാർട്ടി നടക്കുകയാണെന്ന് മനീഷിന് മനസ്സിലാവുന്നുണ്ട്. അവൻ പ്രിയയാണ് കണ്ണുകൾ കൊണ്ട് തിരയുന്നത്. പക്ഷേ പ്രിയയെ മാത്രം എവിടെയും കാണുന്നില്ല. അവനിങ്ങനെ സ്വയം ചിന്തിക്കുന്നുണ്ട്, പ്രിയയാണെങ്കിൽ കാണുന്നുമില്ല, ഇവളാണെങ്കിൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ കള്ളു കുടിച്ചിട്ട് ഡാൻസ് കളിക്കുന്ന തിരക്കിലാണല്ലോ. മേഘയെ നോക്കിക്കൊണ്ടാണ് മനീഷ് ദേഷ്യത്തോടെ ചിന്തിക്കുന്നത്. മേഘയ്ക്കൊപ്പം തന്നെ ഒരുപാട് ആൾക്കാർ അവിടെ വെച്ചിട്ട് ഡാൻസൊക്കെ കളിച്ച് വളരെ മോശമായ രീതിയിലാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. മദ്യപിച്ച് ഡാൻസൊക്കെ കളിക്കുന്ന തിരക്കിലാണ്. അപ്പോൾ മനീഷാണെങ്കിൽ പ്രിയയെ തിരഞ്ഞുകൊണ്ട് അവിടെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കാറിനകത്ത് വെച്ചിട്ട് ഋഷി പ്രിയയോട് പറയുന്നുണ്ട്, ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല തല്ല് കിട്ടും, ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യ്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് പ്രിയയോട് പറയാണ്, ഏയ് വിഷമിക്കണ്ട പ്രിയ, ഞാൻ പറയുന്ന പോലെയൊക്കെ മോള് ചെയ്താൽ മതി, അങ്ങള് ദേഷ്യപ്പെടില്ല. അപ്പോഴേക്കും മനീഷ് ഓടിയിട്ട് ആ കാറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അവനിങ്ങനെ പ്രിയയുടെ പേര് വിളിച്ചുകൊണ്ടാണ് വരുന്നത്, പ്രിയ പ്രിയ. അപ്പോഴാണ് പ്രിയയും കാണുന്നത്. മനീഷ് അവളുടെ പേര് വിളിച്ചുകൊണ്ട് അവിടെ എത്തിയത്. പ്രിയ അപ്പോഴും കഴിയുന്നത്രത്തോളം ശബ്ദത്തിൽ നിലവിളിക്കുകയാണ്, അച്ഛാ അച്ഛാ അച്ഛാ. അപ്പോഴേക്കും വേഗം തിരിഞ്ഞു നോക്കിയപ്പോൾ മനീഷ് കാണുന്നുണ്ട്, മേഘയുടെ കാറിൻ്റെ അകത്താണ് പ്രിയ ഉള്ളത്. മനീഷ് വേഗം ബാക്ക് ഡോർ തുറന്നപ്പോൾ തന്നെ കാണുന്നത് ഋഷിയാണ്. മനീഷിന് വന്ന കലിക്ക് ദേഷ്യം ഉണ്ടായിരുന്നില്ല. അവർ ഋഷിയെ പിടിച്ച് പുറത്തേക്ക് ഇടുകയാണ്. ഏയ് എന്താടാ ചെയ്യുന്നത്? എന്നിട്ട് ഋഷിയെ വലിച്ചവിടെ നിലത്തിട്ടിട്ടുണ്ടായിരുന്നു. മദ്യപിച്ചതുകൊണ്ട് ഋഷിക്ക് വലിയ കപ്പാസിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. അവനവിടെ വേഗം തന്നെ വീഴുന്നുണ്ട്.
വേഗം തന്നെ മനീഷ് പോയിട്ട് പ്രിയയെ പുറത്തേക്ക് ഇറക്കുകയാണ്. പ്രിയയാണെങ്കിൽ മനീഷിനെ കണ്ട ആ ഒരു സന്തോഷത്തിലും സമാധാനത്തിലും വേഗം അവനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ മനീഷ് പറയുന്നുണ്ട്, എൻ്റെ മോൾ പേടിക്കണ്ട, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം തിരിഞ്ഞ് ഋഷിയെ നോക്കിയിട്ട് ഋഷിയാണെങ്കിൽ അപ്പോഴേക്കും വേഗം ചാടി രക്ഷപ്പെടാൻ നോക്കുകയാണ്. കാരണം എന്തായാലും പെട്ടു എന്നുള്ളത് ഋഷിക്ക് മനസ്സിലായി. പക്ഷെ മനീഷ് വെറുതെ വിടുമോ? മനീഷ് പിന്നാലെ പോയിട്ട് നല്ലോണം കൊടുക്കുന്നുണ്ടായിരുന്നു. മനീഷ് ഋഷിയുടെ മൂക്കിനിട്ട് കുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴൊക്കെ ഋഷി പറയുന്നുണ്ട്, ഏയ് ഞാൻ ആരാന്നറിയോ നിനക്ക്? നീ ആരായാലും എനിക്കെന്താടാ? ഋഷി ആരാണെന്ന് പോലും കേൾക്കാൻ മൈൻഡാക്കാതെ മനീഷ് നന്നായിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നു. അവനെ നിലത്ത് വലിച്ചിട്ടിട്ട് അവൻ്റെ കൈയൊക്കെ പിടിച്ചൊടിക്കുകയാണ്. വേദന കൊണ്ട് ഋഷി പൊളയുന്നുണ്ട്. അപ്പോഴും മനീഷ് പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിൻ്റെ നേരെ മോശമായിട്ട് പെരുമാറുന്നോടാ. ഋഷിയെ ഉപദ്രവിക്കാവുന്നിടത്തോളം മനീഷ് ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും കലിയടങ്ങായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഇഷ്ടിക എടുത്തുകൊണ്ട് വന്നിട്ട് ഋഷിയുടെ നേരെ എറിയാൻ നോക്കുകയാണ്. അപ്പോഴേക്കും പ്രിയ വന്നിട്ട് മനീഷിനെ തടയുന്നുണ്ട്. അച്ഛാ 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 വേണ്ട അച്ഛാ വേണ്ട അച്ഛാ എന്നൊക്കെ പറയാണ്. കുഞ്ഞ് പറഞ്ഞതുകൊണ്ട് മാത്രം മനീഷ് ആ കല്ലവിടെ നിലത്ത് വലിച്ചെറിയാണ്. എന്നിട്ടും കലിയടങ്ങാതെ കുറേ ചവിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പ്രിയയും കൂട്ടിക്കൊണ്ട് മേഘയുടെ അടുത്തേക്ക് പോവാണ്. ഋഷിയാണെങ്കിൽ അവിടെ കിടന്ന് വേദന കൊണ്ട് നിലവിളിക്കുകയാണ്. പക്ഷെ അതൊന്നും മനീഷൊന്നും മൈൻഡാക്കുന്നുണ്ടായിരുന്നില്ല. മനീഷ് നേരെ പോയി മേഘയെ തിരിച്ചു പിടിച്ചിട്ട് അവളുടെ ചെകിട്ടത്ത് നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുകയാണ്. പ്രതീക്ഷിക്കാതെ കിട്ടിയ തല്ലായതുകൊണ്ട് തന്നെ മേഘ ഇങ്ങനെ വേച്ച് വീഴാൻ വേണ്ടി പോവുകയാണ്. അവൾക്ക് ആരാ തല്ലിയതെന്ന് കൂടെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അത്രയും ബോധമില്ലാത്ത അവസ്ഥയിലാണ് മേഘ ഉണ്ടായിരുന്നത്. അപ്പോൾ മനീഷ് ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഏയ് ഒരുത്ത നിൻ്റെ മോളെടുത്ത് മോശമായിട്ട് പെരുമാറിക്കൊണ്ടിരിക്കുക, അത് മനസ്സിലാക്കാൻ പോലും സാധിക്കാതെ കുടിച്ച് കൂത്താടിക്കൊണ്ടിരിക്കുക അല്ലേ? നീയൊക്കെ ഒരു അമ്മയാണോ? മനീഷ് ദേഷ്യത്തോടെ ചോദിക്കുകയാണ്. നീ എന്തൊക്കെയായി പറയുന്നത്? മേഘ പിച്ചുമ്പയും പറയാണ്. മനീഷ് പിന്നീടൊന്നും സംസാരിക്കാൻ നിൽക്കാതെ മേഘയും പിടിച്ച് അവളുടെ ഫോണും കൂടെ എടുത്തതിന് ശേഷം പ്രിയയും കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോവുകയാണ്. മനീഷ് അവൻ്റെ കാറിലേക്കാണ് അവർ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോയത്. പ്രിയയെ മുന്നിലും അതിനുശേഷം മേഘയെ ബാക്കിലുമായിട്ട് ഇരുത്തുകയാണ്. പക്ഷെ മേഘ ഇരിക്കാൻ പാകത്തിലൊന്നല്ല, അവൾ ബോധമില്ലാതെ അവിടെ കിടന്നു പോവുകയാണ്. അതിനുശേഷം മനീഷ് വന്നിട്ട് അവൻ്റെ കാർ എടുക്കുന്നുണ്ട്. മേഘയാണെങ്കിൽ എന്തൊക്കെയോ പിച്ചുമ്പയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയ ആണെങ്കിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മനീഷ് പറയാണ്, പ്രിയ കരയല്ലേ മോളെ, മോക്കൊന്നും സംഭവിച്ചിട്ടില്ല, അച്ഛൻ വന്നല്ലോ, നടന്നത് തന്നെ ആലോചിച്ചിട്ട് പേടിച്ചിരിക്കണ്ട. അപ്പോൾ കരഞ്ഞുകൊണ്ട് പ്രിയ മനീഷിനോട് പറയുന്നുണ്ട്, ഞാൻ ആദ്യം തന്നെ അമ്മയോട് പറഞ്ഞതാ, എന്നെ വീട്ടിലേക്ക് കൊണ്ടുവിട്ടിട്ട് വന്നോ അമ്മ എന്ന് പറഞ്ഞതാ, പക്ഷെ അമ്മ കേട്ടില്ല. അപ്പോൾ മനീഷ് പറയുന്നുണ്ട്, നിൻ്റെ അമ്മ മനുഷ്യനാണെങ്കിലല്ലേ നീ പറയുന്നത് നിൻ്റെ അമ്മക്ക് മനസ്സിലാവുള്ളൂ. അവള് ഒരു ബുദ്ധിയില്ലാത്തൊരു സ്ത്രീയാണ്. ഇപ്പം തന്നെ നോക്ക്, കുടിച്ചിട്ട് ബോധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും മേഘ ഇങ്ങനെ പിച്ചും പേയും പറയുന്നുണ്ട്, ഏയ് ഓയ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനീഷ് പ്രിയയോട് പറയാണ്, ഇനി ഇവളെ വിശ്വസിച്ചിട്ട് മോൾ എവിടെ ഇവളുടെ കൂടെ പോവരുത് കേട്ടോ. ശരി അച്ഛാ, പ്രിയ കരഞ്ഞുകൊണ്ട് പറയാണ്. അപ്പോൾ മേഘ ഇങ്ങനെ പറയുന്നുണ്ട് ബാക്കിന്ന്, ഏയ് മനീഷ്, എന്തിനാടോ അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് നീ എൻ്റെ ചെകിട്ടത്തടിച്ചത്? നിന്നെ ഞാൻ വെറുതെ വിടുന്നു വിചാരിക്കണ്ടടാ. നീ കാരണം എൻ്റെ മാനവും മര്യാദയും ഒക്കെ പോയി. ഇതെല്ലാം ആലോചിച്ച് നീ വല്ലാതെ വിഷമിക്കുന്ന നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. മേഘ ബോധമില്ലെങ്കിലും എന്തൊക്കെയോ മനീഷിനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം മനീഷും ദേഷ്യത്തോടെ മിററിൽ നോക്കിക്കൊണ്ട് പറയാണ്, ഏയ് വായി മൂടിയിട്ട് അനങ്ങാതിരിക്ക്, അല്ലെങ്കിൽ നിൻ്റെ വായിക്കിട്ട് എൻ്റെ അടുത്ത് നിന്ന് കിട്ടും. ഏയ് നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് മേഘ അവിടെ ബോധമില്ലാതെ കിടക്കുകയാണ്. മനീഷിനും പ്രിയക്കും വല്ലാത്ത സങ്കടം തോന്നുന്നുണ്ടായിരുന്നു മേഘയുടെ ആ ഒരു അവസ്ഥയിൽ. അതിനുശേഷം വീട്ടിലെത്തിയപ്പോൾ പ്രിയ ഡോറ് തുറന്നിട്ട് മനീഷ് തന്നെ പുറത്തിറക്കുകയാണ്. അതിനുശേഷം മേഘയുടെ ബാക്കിലത്തെ ഡോറ് തുറന്നിട്ട് പറയുന്നുണ്ട്, വീടെത്തി, വാ ഇറങ്ങ്. അങ്ങനെ മേഘയെ പിടിച്ച് പുറത്തിറക്കുകയാണ്. മേഘ ബോധമില്ലെങ്കിലും പുറത്തിറങ്ങിയിട്ട് പ്രിയയുടെ ദേഷ്യത്തോടെ തട്ടിക്കയറുന്നുണ്ട്. ഏയ് പ്രിയ, എന്തിനാടി മനീഷിനെ വിളിച്ചിട്ട് നീ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്? നിങ്ങൾ രണ്ടുപേരും കാരണം എൻ്റെ ജീവിതത്തിൽ നല്ലതൊന്നും നടക്കുന്നില്ല. മേഘ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മനീഷ് പ്രിയയെ നോക്കിക്കൊണ്ട് മേഘയോട് പറയുന്നുണ്ട്, ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ കുഞ്ഞിൻ്റെ ജീവിതം നിൻ്റെ ഫ്രണ്ട് നശിപ്പിച്ചേനെ. പ്രിയ അതൊക്കെ ആലോചിച്ച് വിഷമത്തോടെ നിൽക്കുകയാണ്. അപ്പം മനീഷ് മേഘയോട് പറയുന്നുണ്ട്, അങ്ങനെയുള്ള ഫ്രണ്ട്സാണ് നിൻ്റെ ഫ്രണ്ട്സ്. നിൻ്റെ ഫ്രണ്ട്സിനെ കണ്ടാൽ തന്നെ അറിയാം നീ നിൻ്റെ ജീവിതം എത്രത്തോളം അലമ്പായിരിക്കുന്നു. എൻ്റെ മോളെ ജീവിതം നീ നശിപ്പിക്കുന്നു പേടിച്ചിട്ടാണ് ഞാൻ ഇപ്പോഴും പ്രിയയെ വിട്ടിട്ട് പോവാതെ ഇവിടെ തന്നെ നിൽക്കുന്നത്. പ്രിയ വിഷമത്തോടെ അച്ഛനെ നോക്കുകയാണ്. അപ്പോൾ മേഘ മനീഷിനോട് പറയുന്നുണ്ട്, ഞങ്ങളെ രണ്ടുപേരും ഇവിടെ ഡ്രോപ്പ് ചെയ്തില്ലേ, ഇനി ഇവിടുന്ന് പോവാൻ നോക്ക്. നിൻ്റെ സംസാരം കേൾക്കുന്നതേ എനിക്കിഷ്ടമല്ല. ഏയ് പ്രിയ വാ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. പ്രിയാണെങ്കിൽ തിരിഞ്ഞ് മനീഷിനെ നോക്കിക്കൊണ്ടാണ് പോകുന്നത്. മനീഷ് കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നുണ്ട്, പേടിക്കാതെ മോൾ അകത്തേക്ക് പോയിക്കോ, നാളെ രാവിലെ വന്നിട്ട് അച്ഛൻ മോളെ നോക്കിക്കോളാം. പ്രിയയുടെ ആ ഒരു ഗതികെട്ട അവസ്ഥ കാണുമ്പോൾ മനീഷിനും വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ടായിരുന്നു. അതേസമയം ചന്ദ്രിക അവളുടെ വീട്ടിലിരുന്നിട്ട് അവിടെ ഉറങ്ങുകയാണ്. അങ്ങോട്ടേക്കാണ് പാർക്കിൽ നിന്ന് മലരും മഹേന്ദ്രനും ലക്ഷ്മിയും വന്നിട്ടുണ്ടായിരുന്നത്. അവർ വന്നപ്പോൾ കാലൊക്കെ നീട്ടി ഇരുന്ന് ഉറങ്ങുന്ന ചന്ദ്രികയാണ് കാണുന്നത്. മലരാണ് ചന്ദ്രിക വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത്. ചന്ദ്രിക ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രിക, എന്താ പറ്റിയത് മോളെ? അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, ഏയ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല അമ്മ, ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് കാല് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി,
അപ്പോൾ കാലിന് ചെറുതായിട്ടൊരു വേദന ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഉപ്പുവെള്ളം വെച്ചിട്ട് ഇരുന്നതാണ്. അപ്പോൾ ചന്ദ്രികയുടെ അടുത്ത് ഇരുന്നിട്ട് ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രിക, ശ്രദ്ധിക്കണ്ടേ മോളെ? ഇപ്പോൾ വേദന കുറവുണ്ടോ? കുഴപ്പമില്ല അമ്മ. അപ്പോൾ മഹേന്ദ്രൻ പറയുന്നുണ്ട്, എന്താ മോളെ കാലിന് അങ്ങനെ സംഭവിച്ചു, അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയി കാണിക്കാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചന്ദ്രിക പറയുന്നുണ്ട്, സിദ്ധു സാർ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞതാ, പക്ഷെ ഞാനാ വേണ്ടാന്ന് പറഞ്ഞത്. ഇതിന് ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റേ വേണ്ടു വച്ചാ മോളെ, അതൊക്കെ പഴയ ഓരോ ട്രീറ്റ്മെൻ്റ് അല്ലേ, പെട്ടെന്നൊന്നും വേദന കുറയില്ല. വാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. എനിക്കറിയുന്നൊരു ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, ഞാൻ സിദ്ധുവിനെ വിളിക്കാം, നിന്നെയും കൂട്ടിയിട്ട് പോകാൻ പറയാം. അപ്പോൾ ചന്ദ്രിക പറയാണ്, വേണ്ട അച്ഛാ, അവരെ ഇനിയും ബുദ്ധിമുട്ടിക്കണ്ട. അവൻ ഇതൊന്നും ബുദ്ധിമുട്ടാവില്ല മോളെ. അതല്ല അച്ഛാ, ഇത്രയും നേരം അദ്ദേഹമാണ് എനിക്ക് ചൂട് പിടിച്ചു തന്നത്. അത് കേട്ടതും മഹേന്ദ്രൻ ലക്ഷ്മിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിക്കുകയാണ്. മഹേന്ദ്രൻ ചന്ദ്രികയോട് ചോദിക്കുന്നുണ്ട്, സിദ്ധാർത്ഥാണ് നിനക്ക് കാലിന് ഉപ്പുവെള്ളം പിടിച്ചു തന്നതെന്നോ? ആ അതെ അച്ഛാ, ഇത്രയും നേരം അദ്ദേഹമാണ് എനിക്ക് ഉപ്പുവെള്ളം പിടിച്ചു തന്നത്. വേദന കുറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം പോയത്. അപ്പോൾ മഹേന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറയാണ്, ആഹാ കുഴപ്പമില്ലല്ലോ, സിദ്ധു ഇങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യാൻ തുടങ്ങിയോ? അപ്പോൾ ലക്ഷ്മിയും കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, അതേ ഏട്ടാ, സിദ്ധു ഇപ്പം തന്നെ ചന്ദ്രികയുടെ കാലൊക്കെ പിടിക്കാൻ തുടങ്ങി. അത് കേട്ട് മഹേന്ദ്രനും പൊട്ടിച്ചിരിക്കുകയാണ്. നാണത്തോടെ ചന്ദ്രിക പറയുന്നുണ്ട്, എന്താ അമ്മ നിങ്ങളിങ്ങനെ കളിയാക്കുന്നത്? അപ്പോൾ മഹേന്ദ്രൻ ചന്ദ്രികയോട് പറയാണ്, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ ആണുങ്ങളും ഭാര്യയുടെ കാല് പിടിക്കണം എന്നുള്ളത് നിർബന്ധമാണ്, അതിൽ കളിയാക്കാനൊന്നുമില്ല മോളെ. ഒന്ന് പോവച്ചാ. അതേ മോളെ, നീ നിന്റെ അമ്മയോട് ചോദിക്ക് എത്ര പ്രാവശ്യം ഞാൻ നിന്റെ അമ്മയുടെ കാല് പിടിച്ചിട്ടുണ്ടെന്ന്. അത് കേട്ടത് ലക്ഷ്മി അമ്മയിട്ട് പറയുന്നുണ്ട്, അയ്യോ ഏട്ടാ. ചന്ദ്രിക ചോദിക്കുകയാണ്, സത്യമാണോ അമ്മ? സത്യമാണ്, ലക്ഷ്മിയും ചിരിച്ചുകൊണ്ട് പറയാണ്. അത് കേട്ട് ചന്ദ്രികയും മലരും ഒക്കെ പൊട്ടിച്ചിരിക്കുന്നുണ്ട്. അതേസമയം മുകളിൽ മുറിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു മേഘയും പ്രിയയും കൂടെ. അപ്പോൾ മേഘയാണെങ്കിൽ ബോധമില്ലാതെയാണ് നടക്കുന്നത്. മാത്രമല്ല പ്രിയയോട് പറയുന്നുണ്ട്, പ്രിയ വന്ന് കിടക്കാൻ നോക്ക്. പ്രിയ അമ്മയുടെ ആ ഒരു അവസ്ഥ നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ അവിടെ വന്ന് കിടക്കുകയാണ്. പക്ഷെ മേഘ കിടന്നപ്പോൾ തന്നെ ബോധമില്ലാത്തത് കാരണം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രിയ കിടന്നെങ്കിലും കുറേ നേരത്തേക്ക് ആ കുഞ്ഞിന് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. മെല്ലെ കണ്ണുകൾ അടച്ച് ഉറങ്ങി വന്നപ്പോഴേക്കും മനസ്സിൽ മൊത്തമായിട്ട് തെളിയുന്നത് ഋഷി അത്രയും നേരം മോശമായിട്ട് പെരുമാറിയ കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പോഴും പ്രിയ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണ് തുറക്കാതെ തന്നെ പറയുന്നുണ്ട്, എന്നൊന്നും ചെയ്യല്ലേ, എന്നൊന്നും ചെയ്യല്ലേ, എൻ്റെ അടുത്ത് വരല്ലേ, എനിക്ക് പേടിയാവുന്നു, എൻ്റെ അടുത്ത് വരല്ലേ, എനിക്ക് പേടിയാവുന്നു. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പ്രിയയുടെ ശബ്ദം കേട്ടിട്ടാണ് മേഘ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. മേഘക്ക് വല്ലാത്ത ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. പ്രിയയോട് പറയുന്നുണ്ട്, ഏയ് പ്രിയ, എന്തിനാ ഇപ്പോൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് കരയുന്നത്? അപ്പോൾ പ്രിയ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയിട്ട് അമ്മയെ നോക്കുകയാണ്. അപ്പോഴാണ് പ്രിയക്ക് മനസ്സിലായത് താൻ ഋഷിയുടെ കൂടെ അല്ല അമ്മയുടെ കൂടെ ബെഡിലാണെന്നുള്ളത്. അപ്പോൾ മേഘ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഒന്ന് വായ് പൂട്ടിയിട്ട് ഉറങ്ങാൻ നോക്ക്. പ്രിയ പേടിയോടെ ചുറ്റിലും നോക്കിയപ്പോൾ മേഘ ദേഷ്യത്തോടെ വീണ്ടും പറയുന്നുണ്ട്, നിന്നോട് കിടക്കാനല്ലേ പറഞ്ഞത്? പ്രിയ പേടിയോടെ അവിടെ കിടക്കുകയാണ്. ആ കുഞ്ഞിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രിയ അമ്മയെ പേടിച്ച് കിടന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അങ്ങനെ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ മേഘയുടെ ഫോൺ റിങ് ചെയ്യാണ്. ഋഷിയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. മേഘ ഉറക്കച്ചടവോടെയാണ് ഫോൺ എടുക്കുന്നത്. ഹലോ മേഘ, ഞാൻ ഋഷിയാണ് സംസാരിക്കുന്നത്. പറ ഋഷി. മേഘ, ഞാനിപ്പോൾ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. ഹോസ്പിറ്റലിലോ? എന്തു പറ്റി? മേഘ വേഗം ചാടി എഴുന്നേക്കുകയാണ്. ഇന്നലെ പാർട്ടിയിൽ നടന്നൊന്നും നിനക്ക് ഓർമ്മയില്ലേ? അപ്പോൾ മേഘ ഇങ്ങനെ തലക്കടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇല്ല എനിക്കൊന്നും ഓർമ്മ കിട്ടുന്നില്ല, എന്താ പറ്റിയത്? ഇന്നലെ പാർട്ടി നടക്കുമ്പോൾ നിന്റെ ഭർത്താവായിട്ടുണ്ടായിരുന്ന മനീഷ് വന്നിട്ട് എന്നെ വല്ലാതെ ഉപദ്രവിച്ചു. അത് കേട്ടതും മേഘ ഞെട്ടുകയാണ്. എന്നെ എന്തിനാണ് അടിക്കുന്നതെന്ന് ചോദിച്ച സമയത്ത് എൻ്റെ ഭാര്യയുടെ കൂടെ എന്തിനാണ് നീ പാർട്ടി നടത്തുന്നതെന്ന് ചോദിച്ചിട്ട് നിന്നെയും എന്നെയും ചേർത്ത് മോശമായിട്ട് പറഞ്ഞു. അപ്പോൾ ഇതൊന്നും കേൾക്കാതെ നല്ല ഉറക്കത്തിലാണ് പ്രിയ ഉണ്ടായിരുന്നത്. ഞാൻ അവനോട് നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് നിന്നെക്കുറിച്ച് അവൻ വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. എൻ്റെ അടുത്ത് അവൻ തല്ലുണ്ടാക്കാൻ വന്നു. മേഘയെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കരുതെന്ന് ഞാൻ പറഞ്ഞതിന് അവനെന്നെ കൈ പിടിച്ചൊടിച്ചു. ഞാൻ ഹോസ്പിറ്റലിലുള്ള മേഘ. ഋഷി അഭിനയിച്ച് കരഞ്ഞുകൊണ്ടാണ് മേഘയോട് പറയുന്നത്. ഋഷി പറഞ്ഞത് മൊത്തമായിട്ട് മേഘ വിശ്വസിക്കുകയും ചെയ്തു. അയ്യോ, ഇങ്ങനെയൊക്കെ സംഭവിച്ചോ? സോറി ഋഷി, ഇന്നലെ രാത്രി ഞാൻ കുറച്ച് അധികം മദ്യപിച്ചത് കാരണം എന്തൊക്കെയാണ് നടന്നതെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇപ്പം നിനക്ക് എങ്ങനെയുണ്ട്? അപ്പോൾ ഋഷി പറയുന്നുണ്ട്, എൻ്റെ കൈയൊക്കെ ഒടിഞ്ഞിട്ടാണ് ഉള്ളത് മേഘ, എൻ്റെ അച്ഛൻ ആകെ ടെൻഷനിലാണ് ഉള്ളത് മേഘ. ഋഷി, ഐ എം എക്സ്ട്രീംലി സോറി, ഞാൻ കാരണമല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഋഷി ചോദിക്കുന്നുണ്ട്, മേഘ ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് നീ പറ മേഘ. മനീഷ് നിന്നെ തല്ലിയതിന് നീ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്. മനീഷിനെ ഞാൻ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടില്ല, അവനായിട്ട് വന്നതാ. അവൻ നിന്നെ തല്ലിയതിന് പുറമെ എന്നെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു, അതുകൊണ്ട് അവനെ വെറുതെ വിടരുത്. നിന്റെ അച്ഛനോട് പറഞ്ഞിട്ട് അവന് പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള കേസ് ഉണ്ടാക്ക്. നീ അവൻ എന്ത് ചെയ്താലും ഞാൻ നിന്നെ ഒന്നും പറയില്ല. ശരി മേഘ, ഇപ്പം തന്നെ അച്ഛനോട് പറഞ്ഞിട്ട് അവൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ പറയാം. ശരി, നീ ഉള്ള ഹോസ്പിറ്റലിൻ്റെ ലൊക്കേഷൻ വിട്, ഞാൻ വന്ന് നിന്നെ കാണാം. ഓക്കെ മേഘ. മേഘ കോള് കട്ട് ചെയ്തിട്ട് ഒക്കെ വല്ലാത്ത ദേഷ്യം വരുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് വരുന്ന സമയത്ത് ചന്ദ്രിക അവിടെ നിലത്ത് കിടന്ന് ഉറങ്ങുകയാണ്. നല്ല ബോധമില്ലാത്ത ഉറക്കത്തിലാണ്. സിദ്ധു കുറച്ചു നേരം അത് നോക്കിയതിന് ശേഷം മെല്ലെ വന്നിട്ട് അവളുടെ അടുത്തിരുന്നിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു, ചന്ദ്രിക ചന്ദ്രിക. 2-3 തവണ വിളിച്ചപ്പോഴാണ് ചന്ദ്രിക ഞെട്ടി എഴുന്നേറ്റ് നോക്കിയത്. സിദ്ധുവിനെ കണ്ടത് അവൾ വേഗം എഴുന്നേക്കുകയാണ്. ഏയ്, താനെന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്?
അതില്ല സർ. നീ കിടന്നോ? കുഴപ്പമില്ല. ഇല്ല സർ, ഇന്നലെ വേദന കാരണം എനിക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി തന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് പോകാമെന്ന് പറഞ്ഞത്. പക്ഷെ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. വാ, ഇപ്പോഴെങ്കിലും പോവാം. ചന്ദ്രിക പറയുന്നുണ്ട്. ഏയ്, അതൊന്നും വേണ്ട സർ. പകുതി വേദന കുറഞ്ഞു. ഇന്നുകൊണ്ട് ശരിയാവും സർ. എന്തിനാ ചന്ദ്രിക ഇങ്ങനെ ചെറിയ മക്കളെ പോലെ വാശി പിടിക്കുന്നത്? സത്യമായിട്ടും വേദന കുറഞ്ഞു സർ. ഇന്ന് ബാക്കിയുള്ള വേദന കൂടി പോവും. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്. ശരി, കാല് നോക്കട്ടെ. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബാൻഡേജ് പോലത്തെ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, ഇതെന്തിനാ സർ? അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മഹേന്ദ്രൻ ലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത്. അവരകത്തേക്ക് കയറാതെ സിദ്ധുവും ചന്ദ്രികയും തമ്മിലുള്ള സംസാരം ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, എന്തിനാ സർ? ഇത് ഒടിവും ചതവൊക്കെ ഉള്ള സ്ഥലത്ത് ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് അവിടെ ശരിയാവും. എന്നിട്ട് ചന്ദ്രികയുടെ കാലിന് അവൻ അത് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ ലക്ഷ്മിയോട് പറയുന്നുണ്ട്, നോക്ക്, സിദ്ധു ചന്ദ്രികയുടെ കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധയാലാണെന്ന്. അതെ, തീർച്ചയായിട്ടും ചന്ദ്രിക ഒരുപാട് ഭാഗ്യം ചെയ്ത കുട്ടിയാണ്. ലക്ഷ്മിയും സമ്മതിക്കുന്നുണ്ട്. സിദ്ധു ചന്ദ്രികയോട് പറയുന്നുണ്ട്, കാലിൽ വെള്ളാവാതെ ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ഒന്നുകൂടെ ചന്ദ്രികയെ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. അവൻ എഴുന്നേറ്റപ്പോഴേക്കും മഹേന്ദ്രൻ ലക്ഷ്മി അകത്ത് വന്നിട്ടുണ്ടായിരുന്നു. അവരെ രണ്ടുപേരെയും കണ്ട സമയത്ത് സിദ്ധു ചോദിക്കുന്നുണ്ട്, പുറത്തെവിടെയും പോയതാണോ? അതെ, ഞങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് വന്നതാ. അപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ചന്ദ്രയുടെ കാലിന് ഒടിവ് പറ്റിയിട്ടുണ്ടല്ലോ, അപ്പോൾ ചെറുതായിട്ടൊരു ബാൻഡേജ് ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ്. എനിക്ക് മനസ്സിലായി മോനെ. മഹേന്ദ്രൻ സമ്മതിക്കുകയാണ്. അപ്പോൾ അവരോട് യാത്ര പറഞ്ഞിട്ട് സിദ്ധു അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മിയും മഹേന്ദ്രനും പരസ്പരം മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിക്കുകയാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.